ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. ഇന്നൊരു തനി നാടൻ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അട എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു അടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസമായി നമ്മൾ സാധാരണ വാഴയിലയിലാണ് അട ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഞാനിവിടെ മഞ്ഞളിൻ്റെ ഇലയിലാണ് ഈ അട ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മഞ്ഞളിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഫ്ലേവറാണ് ഈ ഒരു അടയ്ക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയിലാണ് ഈ അട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഗോതമ്പിൻ്റെ അടയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ആദ്യം അരിപ്പൊടിയിലേക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ചെടുത്ത് നോക്കിയാൽ അറിയാം പൊടി നന്നായിട്ട് വാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടായിരിക്കും പൊടി, അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുകയാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ഫില്ലിംഗ് ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചക്കയാണ്, ചക്ക വരട്ടിയതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കാം. അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതാ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. ഇതാണ് മഞ്ഞളിൻ്റെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് അരിപ്പൊടി കുഴച്ചിരുന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് കൈ നനച്ച്, കുറച്ച് വെള്ളത്തിൽ കൈ നനച്ച് നമ്മൾ നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം. കട്ടി കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കനം കുറച്ചിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ആ ഇലയുടെ ഒരു പകുതി ഭാഗം തൊട്ട് ആ ഫില്ലിംഗ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചക്കയുടേത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചക്കയുടെ ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത്. നാളികേരവും അതുപോലെ ശർക്കരയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. ഇനി ആ ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമുക്ക് ആ ഇല ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഇലയിലും നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പരത്തിയെടുക്കാം. ഇപ്പോൾ അടയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഇലയിലും ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ആ സ്റ്റീം ചെയ്യാനുള്ള തട്ടുകൂടി അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇലയെല്ലാം അതിനകത്തോട്ട് വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മഞ്ഞളിൻ്റെ ഇലയിൽ സ്റ്റീം ചെയ്തെടുത്ത് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഇലയുടെ നിറമെല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.